NCC-10 കേരള ബറ്റാലിയൻ സംയുക്ത വാർഷിക പരിശീലന ക്യാമ്പാണ് കായംകുളം SM സെന്റർ സ്കൂളിൽ ആരംഭിച്ചത്. കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് ഉദ്ഘാടനം ചെയ്തു. I am telling you at the very beginning only, I have very little latitude to accept any kind of aberration in these issues. Please stick to timings, stick to uniform. You will find that I will take action which will thereafter make you ineligible for the certificate exam, and your 2 years of NCC will go down waste. So don't force my hand. I have a very little cushion area in terms of these. NCC ഓഫീസർമാരായ അലക്സ് വർഗീസ്, ജ്യോതിഷ് കുമാർ, വി ജയലക്ഷ്മി, ശുഭജി നായർ, അഞ്ജലി, സുബേദാർ മേജർ ഗുരുവയ്യ, സുബേദാർ രാജ, സുബേദാർ ദിലീപ്, നായിക് സുബേദാർ ജർമൽ സിംഗ്, ഹവീൽദാർ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പുതിയ സ്കൂൾ, ആ സ്കൂളിൽ എങ്ങനെ ക്യാമ്പ് നടപ്പാക്കണം എന്ന് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സംഭവമാണ്. എല്ലാവരും പഴയ സിഒ ഏത് ക്യാമ്പാണ് നടത്തിയത്, എവിടെയാണോ ക്യാമ്പ് നടത്തിയത് അവിടെയാണ് എല്ലാ സിഒമാരെയും ക്യാമ്പ് നടത്താനാകട്ടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കേരള ബറ്റാലിയൻ ഒരു പുതിയ കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. ആ കാൽവെപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ക്യാമ്പ് സെന്റർ ഈ സ്കൂൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആദ്യമേ തന്നെ ഒരു CATC ഈ സ്കൂളിൽ നടത്തപ്പെടുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായുള്ള 500 കേഡറ്റുകളാണ് 10 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത തോക്കുകളുടെ പ്രവർത്തന പഠനം, യോഗ, ഡ്രിൽ, മാപ്പ് റീഡിംഗ്, ബോധവൽക്കരണ സെമിനാറുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ ക്യാമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.